ഉച്ചയായപ്പോൾ ഞാനും എൻ്റെ കുട്ടിപ്പട്ടാളും കൂടി അമ്പലത്തിലൊന്ന് പോയാലോ എന്നിങ്ങനെ വിചാരിച്ചു. പലേരി അമ്പലത്തിൽ പോകണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു. അങ്ങനെ ഒന്നും നോക്കില്ല. വൈകുന്നേരമായപ്പോൾ വേഗം റെഡിയായി എല്ലാവരും കൂടി പോകണം. ഒരുപാട് ദൂരമൊന്നുമില്ല വീട്ടിൽ നിന്ന്. എന്നാലും ഞാനാകെ 1-2 തവണ മാത്രമേ പോയിട്ടുള്ളൂ. കനാലിൻ്റെ മേലോട്ടിയാണ് പോകണ്ടേ. അങ്ങത്തോളം കനാലാണ്. ഉച്ചയ്ക്ക് ശേഷം വലിയ മഴയും കോളൊന്നും കണ്ടില്ല. അങ്ങനെ വിചാരിച്ചതാണ് അപ്പം ഇന്ന് പോയി കളയാൻ. പക്ഷേ നമുക്ക് നല്ല അക്കിടി പറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഏത് അമ്പലത്തിലായാലും കുറേ നേരമായ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അധികം പറ്റലില്ല. പക്ഷേ ഇന്ന് പറ്റി. നമ്മൾ തീരെ വിചാരിക്കാണ്ട് നടന്നതാണെങ്കിലും നമ്മളെല്ലാവരും അത് എൻജോയ് ചെയ്തു. കുറച്ച് പ്രായമുള്ളവരാണെങ്കിൽ വിചാരിച്ചേ എന്തൊരു കഷ്ടമാണ്. പക്ഷേ എങ്കിൽ നമുക്കങ്ങനെയൊന്നും തോന്നിയില്ല. അക്കിടി എന്താ പറ്റിയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടാ. വണ്ടിയുടെ അകത്തുനിന്ന് നമ്മളെ കടുകുമണികളിലും കിസ പറഞ്ഞുകൊണ്ടിരിക്കല. ഭയങ്കര ഒച്ചപ്പാടിന്. നമ്മൾ ഈ ഒരു റോഡ് മെയിൻ റോഡിൽ നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുളമുണ്ട്. കുളം മീൻസ് അമ്പലക്കുളം. നമ്മളെ കണ്ണൂർക്കാർ പൊതുവെ ഇങ്ങനെ തുളസി കുളം. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയില്ല, അമ്പലത്തിനടുത്തെത്തി. വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് വലിയ തിരക്കൊന്നും ഇല്ല. ഇന്ന് ചില ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് തിരക്കുണ്ടാകാറുള്ളൂ തോന്നുന്നു വൈകുന്നേരം. അങ്ങനെ വഴിപാട് കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ നേരെ കൗണ്ടറിലേക്ക് പോയി. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഏതോ ഒരു ഭാഗത്തിൻ്റെ തൊട്ടിപ്പുറത്താണ് കേട്ടോ അമ്പലം. ഏട്ടൻ്റെ കയ്യിലുള്ള നമ്മളെ കുഞ്ഞു ബേബിനെയും കൂട്ടിയിട്ട് പോകണമെന്ന് വിചാരിക്കുന്ന കുറേ അമ്പലങ്ങളുണ്ട്. അതിൻ്റെ ഒരമ്പലമായിട്ട്. അങ്ങനെ നമ്മൾ തൊഴുതിട്ട് ഇറങ്ങുമ്പം തന്നെ നല്ലോണം എന്താ പറയുക, ഇരുടായ പോലെ നല്ലോണം മൂടി കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും നല്ല മഴയും തുടങ്ങി. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പെട്ടുപോയിന്ന്. മഴ എന്നെല്ലാം വെച്ചാൽ അത്രയ്ക്ക് ഭയങ്കര മഴ, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പം അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് കണ്ടില്ലേ, ഇങ്ങനെ ഷീറ്റിട്ടുകൊണ്ട് നമുക്കവിടെ ഒരു സ്റ്റെപ്പ് പോലെയുണ്ട്. അവിടെ നമ്മൾ ഇരുന്നു. നമ്മൾ ഇരിക്കാൻ തുടങ്ങി. പിന്നെ ഏകദേശം ഒരു അരമണിക്കൂറിന് മേലെ നമ്മൾ അവിടെ ഇരുന്നു. ഭയങ്കര കാമായിട്ടുള്ള ഈ ഒരു അറ്റ്മോസ്ഫിയർ ഏത് അമ്പലത്തിലായാലും എനിക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കാനുള്ള ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അധികം നടക്കലില്ല. ഇതേണ്ട നമ്മൾ മെയിനായിട്ടുള്ള അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്താണുള്ളത്. എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. പാറോട്ടിയും വേദോട്ടിയെല്ലാം കുറേ ഓടിക്കളിക്കുകയെല്ലാം ചെയ്തു അതിൻ്റെ ഇടയിൽ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ അനൂട്ടൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. ഗംഭീര മഴയും കണ്ടോണ്ട് കുറച്ച് നേരം ഇരുന്ന്. നമ്മളെ വീട്ടിലാണെങ്കിൽ മഴയും കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുന്നില്ലല്ലോ ശരിക്കും. പിന്നെ കുറേ നേരം കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച് ശരിക്കും നമ്മൾ വിട്ടുപോയി. അത് കഴിഞ്ഞ് നമ്മൾ സൈഡിലൂടെ നടന്ന് കുറച്ച് മഴയെല്ലാം നനഞ്ഞ് പുറത്തല്ല ശ്രീകോവിലിൻ്റെ മുന്നിലെത്തി. അങ്ങനെ ഇവിടെ പ്രസാദമെല്ലാം ഉണ്ടായിരുന്നു. നമ്മളെല്ലാം കോരി കഴിച്ച് നട തുറക്കാനായി. അല്ല ദേവീൻ്റെ എല്ലാം പിക്ചറുള്ള ടൈലൊട്ടിച്ചിട്ട് അങ്ങനെ നമ്മൾ തൊഴുത് പ്രസാദമെല്ലാം വാങ്ങി ഇറങ്ങി. ഇത് ഓഡിറ്റോറിയത്തിനും പണി നടക്കാൻ പോകുന്നുണ്ട് തോന്നുന്നു. എല്ലാം പൊളിച്ചിട്ട് കണ്ട് കുറേ അവിടെ എന്തെല്ലോ സംഗതികൾ പൊളിച്ചിട്ടുണ്ട്. ആ സൈഡിലുള്ള ബിൽഡിങ് കേട്ടോ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ. അനൂട്ടം പറയില്ല, അതിൻ്റെ താഴെ എൻ്റെ ക്ലാസ് ഉണ്ടല്ലോ. അവർ പായസം കുടിക്കാനെല്ലാം വരുത്തുണ്ട് പോലും അമ്പലത്തിൽ. അവിടെ നിന്ന് നമുക്ക് കിട്ടിയ പായസം ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. നല്ല നെയ്പായസം. അതുപോലെ തന്നെ ടേസ്റ്റുള്ള പായസം നമ്മളെ വേളുത്തമ്പലത്തിൽ. അങ്ങനെ നമ്മൾ തിരിച്ചു പോക്കായി. നമ്മൾ തിരിച്ചു പോകുമ്പോൾ മഴ തീരെ ഉണ്ടായില്ല. ഈ ഒരു കുളം ഭയങ്കര ഭംഗിയായിട്ടാണ്. പക്ഷേങ്കിൽ ഇതിനകത്ത് അങ്ങനെ ഇറങ്ങലില്ല തോന്നും. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കനാലിൻ്റെ പണി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സൈഡിലുള്ള പോക്ക് ഭയങ്കര അപകടം പിടിച്ചതാണെന്നുള്ള ഞാനിങ്ങനെ പറയുന്നത്. കാരണം എന്താ പറയുക, ആടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒന്നുമില്ല. ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ടെങ്കിൽ കനാലിൻ്റെ അടിയിലെത്തും. അങ്ങനെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് അമ്പലത്തിനടുത്ത് കുറച്ച് നേരം പെട്ടുപോയി. എന്നാലും ഹാപ്പിയാണ്. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുട്ടി കുട്ടി കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചാനലായത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസ് ഉണ്ട്, പോയി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ ബൈ.